സംവരണ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദിറിൽ പ്രതിഷേധമോ ഒത്തുചേരലോ നടത്താൻ ഏതെങ്കിലും വ്യക്തിയോ സംഘടനയ്ക്കോ അനുമതി നൽകിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് പറയുകയാണ്. ഡൽഹിയിലെ ഷാ ഓഡിറ്റോറിയത്തിന് പുറത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി തലവൻ അഭിജിത് കെ വരും ദിവസങ്ങളിൽ ജന്തർ മന്ദിറിൽ വീണ്ടും പ്രതിഷേധം നടത്തുമെന്ന ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായ ഒരു നിർദ്ദേശം തന്നെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ജന്തർ മന്ദിറിൽ പ്രതിഷേധം നടത്താൻ ആരെങ്കിലും വന്നാൽ അടിച്ചോടിക്കുമെന്ന് തന്നെയാണ് ഡൽഹി പോലീസ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒത്തുകൂടരുതെന്ന് ഡൽഹി പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ ഒത്തുകൂടാൻ ആഹ്വാനം ചെയ്യുന്ന നിരവധി വീഡിയോകളും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. ഓഗസ്റ്റ് 23-ന് ജന്തർ മന്ദിറിൽ സംവരണ പരിഷ്കരണ വിഷയത്തിൽ പ്രതിഷേധിക്കാനോ ഒത്തുകൂടാനോ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന വിവിധ വീഡിയോകളും പോസ്റ്ററും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ 2026 ഓഗസ്റ്റ് 23-ന് ജന്തർ മന്ദിറിൽ അത്തരം പ്രതിഷേധമോ ഒത്തുചേരലോ നടത്താൻ ഏതെങ്കിലും വ്യക്തിക്കോ സംഘടനകൾക്കോ അനുമതി നൽകിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുകയാണ്. ഡൽഹി പോലീസ് DCP X പ്ലാറ്റ്ഫോമിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ കുറിച്ചത്. CRPCയിലെ സെക്ഷൻ 144-ന് പകരമായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സംഹിത സെക്ഷൻ 163 പ്രകാരമുള്ള നിരോധാജ്ഞ ഡൽഹി ഇതിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ഇതനുസരിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് പ്രതിഷേധ മാർച്ചുകൾ, ഘോഷയാത്രകൾ, പ്രകടനങ്ങൾ, 5 അതിൽ കൂടുതലോ ആളുകൾ ഒത്തുചേരുന്നത് എന്നിവ നിരോധിച്ചിട്ടുണ്ടെന്ന് ഡൽഹി പോലീസ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇത്തരം പോസ്റ്റുകളോ വീഡിയോകളോ അടിസ്ഥാനമാക്കി ഒത്തുചേരുതെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൈമാറുകയോ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് പൗരന്മാരോട് നിർദ്ദേശം നൽകിയതായി ഡൽഹി പോലീസ് പറയുന്നുണ്ട്. വ്യാജമോ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വിവരങ്ങൾ സൃഷ്ടിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് അവർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. നേരത്തെ ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ നൂറുകണക്കിന് ആളുകൾ ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയിരുന്നു. സംവരണ ആനുകൂല്യങ്ങൾ ജാതിക്ക് പകരം സാമ്പത്തിക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്ന പേജ് നൽകിയ ആഹ്വാനത്തെ തുടർന്നാണ് ഈ പ്രതിഷേധം നടന്നത്. ജന്തർ മന്ദിറിൽ നേരിട്ടെത്തി പ്രതിഷേധിക്കാൻ അവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. UGCയിലെ 2026-ലെ ജാതി സമത്വ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്നത് 5.6 ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജാണ്. സർക്കാർ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് CJP സമരത്തിന് ആഹ്വാനം ചെയ്തത്. കേന്ദ്രത്തിനെതിരെ അണിനിരക്കാൻ രാജ്യത്തെ യുവാക്കളോട് ആഹ്വാനം ചെയ്താണ് CJP രംഗത്ത് വന്നത്. അടുത്തഘട്ട സമര പരിപാടികൾ നാളെ പ്രഖ്യാപിക്കുമെന്ന് CJP പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ FIR-കൾ പിൻവലിക്കലും റദ്ദാക്കുന്നതിലും കേന്ദ്രത്തിന് ഒളിച്ചുകളിയെന്നാണ് CJP ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണ് അവർ സമരത്തിന് വീണ്ടും ആഹ്വാനം ചെയ്തത്. അന്ന് തന്നെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി JP നഡ്ഡ അടക്കമുള്ളവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി ജിതേന്ദ്ര സിംഗ് അടക്കമുള്ളവർ പറഞ്ഞത്, ഈ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഏതെങ്കിലും കാലയളവിൽ അവർ നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഹോൾ ടിക്കറ്റോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ നിങ്ങൾ പോലീസിന് മുമ്പാകെ ഹാജരാക്കിയാൽ, ഡൽഹി പോലീസിന് മുമ്പാകെ ഹാജരാക്കിയാൽ നിങ്ങളുടെ പേരിലുള്ള എന്തെങ്കിലും കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഉടനടി പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നീറ്റ് പരീക്ഷയിൽ ഹാജരാകാതെ അല്ലെങ്കിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും തരത്തിൽ നീറ്റ് പരീക്ഷ എഴുതിയിട്ടില്ലാത്ത ആളുകളാണ് ഡൽഹിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസ് എന്തായാലും ഉണ്ടാകും. അത് പിൻവലിക്കില്ല എന്ന് ആദ്യമേ തന്നെ ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും പറഞ്ഞൊരു കാര്യമാണ്.